Hello, welcome to Market Discussion of the Day. Today, November 22nd, 2024, Friday ആണ് വീക്കെൻഡ് ആണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ലാസ്റ്റ് റിമൈൻഡറാണ്. അടുത്ത തിങ്കളാഴ്ച നമ്മുടെ ഒരു പുതിയ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. 2 ബാച്ചായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി ഇന്ത്യൻ ടൈം 7:30 മണിക്കും 10:30 മണിക്കും ആയിരിക്കും ഈ 2 ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇനി ഈ ഒരു കോഴ്സ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ, 2 ആഴ്ചത്തെ ക്ലാസ് ആണ്. ഓക്കെ, ചെയ്യണം താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബാക്കി ക്ലാസ്സിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാനത് അയച്ചു തരും. ഓക്കെ, ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ 5 മിനിറ്റ് മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാർ, എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, എന്തെങ്കിലും പഠിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 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 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് എനിക്ക് പറയാനുള്ളത്. നേരെ നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ക്ലാസ്സിന് കയറണം എന്നുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ നേരെ നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ടെക്നിക്കാലിറ്റീസ് ഒന്നുമില്ല. നമുക്ക് ഫുള്ളായിട്ട് ഇന്നൊരു ഫണ്ടമെൻ്റൽസ് ഒന്നുമില്ല. ഇന്ന് ഫുള്ളായിട്ട് നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം. നേരെ നമ്മൾ JPY വരുമ്പോൾ JPY വീണ്ടും ഇന്നലെയും ഒരുപാട് വട്ടം നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം, JPYക്കകത്ത് ഏറ്റവും എന്താ പറയുക, സ്ഥിരമായിട്ട് നമുക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് JPY അല്ലേ. വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ആവുന്നത്. അപ്പോൾ ഇന്നലെയും 154 നമ്മൾ പറഞ്ഞു, 154 നമുക്ക് നല്ലൊരു ബൈ എടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞു അല്ലേ. 154 2 വട്ടം സപ്പോർട്ട് ചെയ്തു, മുകളിലോട്ട് പോയി, വീണ്ടും ഇവിടെ വന്ന് വീണ്ടും മുകളിലോട്ട് പോയി. ഇപ്പോൾ 154.8485 ആ ഒരു ലെവലിൽ നിൽക്കുന്നു അല്ലേ. JPY ഇതിൻ്റെ അടുത്ത സപ്പോർട്ട് അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 156 അതായത് 156 വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 155.80 ആ ഒരു ലെവലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പ്രോഫിറ്റ് എടുത്ത് മാറണം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ JPYയിൽ ഉറപ്പായിട്ടും നമ്മൾ ബൈ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 152 കിട്ടിയാലാണ് നമ്മൾ ഉറപ്പായിട്ടും ബൈ ചെയ്യേണ്ടത്. ഞാൻ ഇനിയും 154 വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല, കാരണം ഒരുപാട് വട്ടം 154 ട്രയൽ നടത്തി അല്ലേ. അപ്പോൾ ഇനി അടുത്ത വട്ടവും കൂടെ 154 എന്താ പറയുക, അവിടെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഡൗട്ടാണ്. പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് സമയത്തോ മാർക്കറ്റ് ക്ലോസിങ് സമയത്തോ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതും നമ്മൾ എന്താ പറയുക, ഇപ്പം ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യാറ്, ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറുള്ളപ്പോൾ ഒരു ലോട്ട് ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെറും 0.3 ലോട്ടോ 0.4 ലോട്ടോ ഞാൻ അവിടെ കച്ചവടം ചെയ്യത്തുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം ഇരുത്തിട്ട് വേണം നമ്മൾ 154 ബൈ എടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനുള്ളത്. നേരെ നമ്മൾ യൂറോയിൽ പോകുമ്പോൾ യൂറോ ഈ പറയുന്നത് പോലെ 1.0500 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി ഓൾമോസ്റ്റ് 1.04622 ലെവലിലെത്തി. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കണ്ട ഏറ്റവും വലിയ ലോയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോ നിൽക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ, റഷ്യ ഉക്രൈൻ വാർ അതിനൊരു കാരണമാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ജർമ്മനിയിൽ നടക്കുന്ന അൺസർട്ടനിറ്റി അതിനൊരു കാരണമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ യൂറോയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനുള്ളത്. പക്ഷേ റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ യൂറോ ഭയങ്കരമായിട്ട് താന്ന് നിൽക്കുന്നത് കൊണ്ട് ചെറിയ ലോട്ടൊക്കെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് ടേമിൽ വേണമെങ്കിൽ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിടാവുന്നതാണ് യൂറോയിൽ. ഓക്കെ, പക്ഷേ ഏതായാലും റിസ്ക് ആണ്. യൂറോയിൽ ഉറപ്പായിട്ട് 1.0700 മുകളിലാണ് ഒരു നല്ലൊരു ബൈ പോയിന്റ് ഉള്ളത്. 1.0700 മുകളിലായിട്ട് ഒരു 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, GBPയും അതേപോലെ തന്നെ ഇന്നലെ 1.2600 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ബ്രേക്കിന് താഴോട്ട് വന്ന് ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും, ഓൾമോസ്റ്റ് എത്ര വരെ വന്നു, 1.25527 വരെ വന്നു. ഓക്കെ, അപ്പോൾ GBPയിൽ ഏറ്റവും എന്താ പറയുക
ഏറ്റവും നല്ലൊരു ബൈയിങ് പോയിന്റ് ആണ് 1.2500. അവിടെ 1 ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 1 ലോട്ട് തന്നെ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റാണ്, ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇടണം. 1.2460 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ള കാര്യം മാത്രം നോക്കുക. പക്ഷേ ഒരുപാട് ബയേഴ്സ് ഉള്ള ഒരു റീജിയനാണ് 1.2500. 1.2460 എന്ന് പറയുമ്പോൾ ഒരു $2 താഴെ സേഫ്റ്റിക്ക് 1.2430 1.2440 താഴെ ആ ഒരു റേഞ്ചിൽ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട്. ഓക്കെ, സോ അതാണ് GBPയിൽ എനിക്ക് പറയാനുള്ളത്. GBP അതും നമ്മൾ വരച്ച വരയിൽ നിൽക്കും എന്നൊന്നും വിചാരിക്കരുത്. 1.2500 വന്ന് അതേപോലെ നിൽക്കും എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ 1.2520 ആ ഒരു ലെവലിൽ നിന്ന് തന്നെ നമുക്ക് മേടിച്ച് തുടങ്ങാം എന്നുള്ളതാണ്. ഈവൻ അവിടെ ബൈ ലിമിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പോലും തെറ്റില്ലാത്ത കാര്യമാണ് GBPയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെല്ലാം നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചും നിങ്ങളുടെ പൊസിഷൻസ് അനുസരിച്ചിട്ടും വേണം ചെയ്യാനായിട്ട്. ഓക്കെ, നേരെ നമ്മൾ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് കഴിഞ്ഞ ആഴ്ച സഞ്ചരിച്ചത് ഓൾമോസ്റ്റ് 2562 നിന്ന് 2696 വരെ എത്തി. ഓക്കെ, ഓൾമോസ്റ്റ് 1300 പിപ്പ് മുകളിലോട്ട് പോയി. കഴിഞ്ഞ ആഴ്ച 1500 പിപ്പ് താഴോട്ട് വന്നെങ്കിൽ ഈ ആഴ്ച 1300 പിപ്പ് മുകളിലോട്ട് പോയി. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. US എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വീക്ക്ലി ബേസിസിലുള്ള മാർക്കറ്റ്, ഒരു ഡെയിലി ബേസിലുള്ള മാർക്കറ്റ് അല്ല. ഒരു വീക്ക്ലി ട്രെൻഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, സോ നമ്മൾ അത് മനസ്സിൽ വെക്കുക. അടുത്ത ആഴ്ചയും ഇതേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷേ മാർക്കറ്റിൽ ഇപ്പം 2695.56 ആണ്. ഓക്കെ, 2700 ഉറപ്പായിട്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഉറപ്പ് എന്താ പറയുക, കാരണം അതൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, പക്ഷെ മേ ബി 2700 മുകളിൽ പുതിയ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2730 2780 വരെയൊക്കെ പോകും. പക്ഷെ ഇന്ന് എന്തായാലും പോകാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഇന്ന് മാർക്കറ്റ് 2668 നിന്ന് 2695 ഓൾമോസ്റ്റ് ഒരു $30 ഓൾമോസ്റ്റ് ഓടിക്കഴിഞ്ഞു. ഓക്കെ, ഇന്ന് ന്യൂസും ഇല്ല. അപ്പം നോർമലി ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ റെസിസ്റ്റ് ആയിട്ട് ഇനിയൊരു റീട്രേസ്മെൻറ്റ്, അതായത് ഒരു വീക്കിലി ഇത്രയും സഞ്ചരിച്ചത് കൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി ഒരു റീട്രേസ്മെൻറ്റ് നടക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നും പറഞ്ഞ് ഞാൻ സെല്ല് ചെയ്യണമെന്ന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ ഒരു റീട്രേസ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ളൊരു ചാൻസസ് കൂടുതലാണ്. അങ്ങനെ റീട്രേസ്മെൻറ്റ് ഉണ്ടായി നമുക്കൊരു 2660 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2652 താഴെയായിട്ട് ഒരു $2-3 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണ്ടി വരും എന്നുള്ളതാണ്. 2652 താഴെയായിട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു 2649-48 ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് അവിടുന്ന് 2660 അടുത്ത് നമുക്ക് ബൈ ചെയ്യാം റീട്രേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറയാനുള്ളത്. അടുത്ത ആഴ്ച കുറച്ച് ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. GDP വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ മാർക്കറ്റിനെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സൺഡേയിലത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ആഴ്ച നമ്മൾ മാർക്കറ്റ്, അതായത് തിങ്കളാഴ്ച നമ്മൾ മാർക്കറ്റ് സമീപിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും മാർക്കറ്റ് നമ്മൾ തുടക്കത്തിൽ തന്നെ മാർക്കറ്റിലോട്ട് എടുത്ത് ചാടരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ആദ്യമേ ആ വീക്കിലെ ട്രെൻഡ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏഷ്യയും യൂറോപ്പൊക്കെ ഒന്ന് ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ട്രെൻഡ് കിട്ടും. അതിനുശേഷം മാത്രം നമ്മളൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഒരു സേഫർ സൈഡിൽ ചെയ്യാനായിട്ടുള്ളത്. മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഓക്കെ, മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്, അതിനകത്ത് ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾ എന്താ പറയുക, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകും. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്ന കാര്യം, നമ്മൾ പെയ്യെ, അതായത് മാർക്കറ്റിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തിങ്കളാഴ്ച ട്രേഡ് ചെയ്യുക എന്നുള്ളത്. കാരണം US മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് US എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, മാർക്കറ്റ് പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്ലി ബേസിസിലായിരിക്കും മാർക്കറ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി ബേസിലുള്ളൊരു ഇതല്ല.
കാരണം ഒരു ദിവസം ട്രേഡ് എടുത്തിട്ട് പിറ്റേ ദിവസം നമുക്കൊരു അവസരം കിട്ടാതിരിക്കും, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ക്ലൂലെസ് ആയിപ്പോവും. അതുകൊണ്ട് നമുക്കൊരു വീക്ക്ലി ബേസിസിലുള്ളൊരു കച്ചവടമായിരിക്കും നമ്മൾ ഈ ആഴ്ച അടുത്ത ആഴ്ച മുതൽ അടുത്തൊരു കുറച്ച് നാളത്തേക്ക് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ള കാര്യം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രേഡിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർ ക്ലാസ്സിന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് ബാക്കി ലിങ്കും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. ഈ വീക്കെൻഡാണ്. ഓക്കെ, ഹാവ് എ വെരി ഗുഡ് വീക്കെൻഡ്. അടിച്ചു പൊളിക്ക്. താങ്ക് യു സോ മച്ച്. സൺഡേ കാണാം, അല്ലെങ്കിൽ മൺഡേ കാണാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.